നിധിക്ക് വേണ്ടി എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയിരിക്കുക. എല്ലാം കൂടി ഓർത്തിട്ട് എന്റെ തല പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. ഞാനൊന്ന് മുന്നിലേക്ക് ചെന്ന് നിന്നാൽ അറ്റൻഷനായിട്ട് നിൽക്കുമായിരുന്നു എല്ലാവരും. ഇപ്പോ നിധി അവരെ എല്ലാവരെയും കയ്യിലെടുത്തു കഴിഞ്ഞു. അവള് പറയുന്നത് അനുസരിക്കേണ്ട ഗതികേടില്ല ഞാനിപ്പോ. അവളെ എനിക്ക് തോൽപ്പിച്ചേ പറ്റൂ. അതിനാ ഞാൻ നിന്റെ സഹായം ചോദിക്കുന്നത്. അതിനു വേണ്ടിയാ നിന്നെ ഈ വീട്ടിലെ മരുമകളായിട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ടും നീ എന്താ ശിവാനി ഇങ്ങനെയായി പോയത്? ആന്റി, ഒക്കെ ഞാൻ ചെയ്യാം. പ്രണവിനെ ഞാൻ പറയുന്ന വഴിക്ക് കൊണ്ടുവരികയും ചെയ്യാം. പക്ഷെ ആന്റി എനിക്ക് ചെറിയൊരു സഹായം ചെയ്യാവോ? എന്ത് സഹായം? ആന്റി എനിക്ക് കുറച്ച് പണം തന്ന് സഹായിക്കാവോ? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുക. അതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാ ഞാൻ ആന്റി പറയുന്നത് അപ്പാടെ അനുസരിക്കാം. പ്ലീസ് എനിക്ക് കുറച്ച് പണം തരുമോ? നീയൊക്കെ എത്ര ആയാലും നന്നാവില്ലെന്ന് ഉറപ്പിച്ച് ജീവിക്കുക അല്ലേ? എടീ, പ്രണവിനെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ വന്ന് പണത്തിന് മുകളിൽ കിടന്ന് ഉറങ്ങേണ്ടവളാണ് നീ. ആ നീയാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ ദാരിദ്ര്യ കണക്ക് പറയുന്നത് അല്ലേ? ഞാനിവിടെ തീയിൽ ചവിട്ടി നിൽക്കുമ്പോഴും നിനക്ക് ദാരിദ്ര്യ കണക്ക് പറയാനേ സമയമുള്ളൂ. ആന്റി, അതല്ല ഞാൻ പറയുന്നത്. ആന്റി ഒന്ന് മനസ്സിലാക്ക്. ആരാ ശിവാനി? ആരോടാ നീ സംസാരിക്കുന്നത്? ആരാ? നിന്റെ അമ്മയാണോ സംസാരിക്കുന്നത്? അതെ, അമ്മ. ആന്റി, ഫോൺ നിന്റെ അമ്മയുടെ കയ്യിലൊന്ന് കൊടുക്ക്. കൊടുക്കാം. വസുന്ധര ആന്റിയാ അമ്മയുടെ ഫോൺ തരാൻ പറഞ്ഞു. ഹലോ മാഡം. അമ്മയും മോളും കൂടി അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? തത്തയ്ക്ക് ബുദ്ധി ഓതി കൊടുക്കുന്നത് പോലെ നിങ്ങൾ രണ്ടെണ്ണത്തിനെയും പറഞ്ഞു പഠിപ്പിച്ചതല്ലേ ഞാൻ. എന്നിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. മാഡം പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ട്. ആ പ്രണവ് എത്രയും പെട്ടെന്ന് നമ്മുടെ വഴിക്ക് വരൂന്നാ ശിവാനി പറയുന്നേ. നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അട്ടയെ പിടിച്ച് മെത്തെ കിടത്താൻ നോക്കിയ എന്നെ പറഞ്ഞാ മതിയല്ലോ. ഫോൺ വെക്ക്. ഇവരെ കൊണ്ട് ഒന്നും നടക്കുന്ന ലക്ഷണമില്ല. എല്ലാം ഞാനായിട്ട് തന്നെ ചെയ്തേ മതിയാവൂ. ശിവാനിയെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള വഴി ഞാൻ തന്നെ ഉണ്ടാക്കണം. ഞാൻ തന്നെ മെനക്കെട്ടിറങ്ങിയേ പറ്റൂ അതിന്. എവിടെ മുട്ടിയാൽ വാതില് തുറക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ആ മർമ്മത്തിൽ തന്നെ പിടിക്കാൻ പോവാ. അകത്ത് ചെല്ലുമ്പോൾ ഓഫീസിൽ പോകാതെ എന്താ തിരിച്ചു വന്നതെന്ന് പാർവതി ഉറപ്പായിട്ടും ചോദിക്കും. എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞേ പറ്റൂ. ജോത്സ്യർ വിളിച്ച കാര്യം പോലും വസുന്ധര അറിയരുത്. ഏട്ടനിത് എവിടെ പോയിട്ട് വരിക? ഏട്ടനിന്ന് ഓഫീസിൽ പോയില്ലേ? പോകാനായി ഇറങ്ങിയതാ. പകുതി വഴി ചെന്നപ്പോ വല്ലാത്തൊരു തലവേദനയും ക്ഷീണവും പോലെ. പിന്നെ തിരിച്ചിങ്ങ് വന്നു. എന്തായാലും അത് നന്നായി. ഏട്ടനെ കാണാനായിട്ട് ഞാൻ ഓഫീസിലേക്ക് വരാൻ തുടങ്ങിയതാ. ഓഫീസിലേക്ക് വരാനോ? എന്തെങ്കിലും ആവശ്യമുണ്ട് ഈ ഫോണിൽ പറഞ്ഞാ പോരായിരുന്നു. എന്താ വസു കാര്യം? അത് ഏട്ടനോട് മുഖത്ത് നോക്കി സംസാരിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യമായതുകൊണ്ടാ ഓഫീസിലായാലും വന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചത്. എന്തായാലും അത് വേണ്ടി വന്നില്ലല്ലോ. നന്നായി. എന്താന്ന് കാര്യം പറ. ഒന്നാമതായിട്ട് എനിക്ക് സുഖമില്ല. വെറുതെ ടെൻഷൻ ആക്കല്ലേ വസു. ടെൻഷൻ ആവാനൊന്നുമില്ല.
പക്ഷേ ആ കാര്യം ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. ഏട്ടൻ എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വാ, നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് സംസാരിക്കാം. എന്താ ഏട്ടാ ഈ ആലോചിക്കുന്നേ? ഒന്ന് വാ എന്റെ കൂടെ പുറത്തേക്ക്. വസു, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയ്യ, നല്ല തലവേദനയുണ്ട്. നമുക്ക് ഇവിടെ വെച്ച് സംസാരിച്ചാ പോരെ? അല്ലെങ്കിൽ നാളെ ആവാം. ഇതൊരു അത്യാവശ്യ കാര്യമാ. ഇവിടെ വെച്ച് പറ്റില്ല, നാളത്തേക്ക് മാറ്റാനും പറ്റില്ല. ഇന്ന് തന്നെ സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഏട്ടനൊന്ന് വന്നേ എന്റെ കൂടെ. ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക വസു. ഒന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എത്ര അത്യാവശ്യമെന്ന് പറഞ്ഞാലും നമുക്ക് പിന്നീട് സംസാരിക്കാം. ഏട്ടാ, നാളെ പറ്റില്ല, ഇന്ന് തന്നെ വേണം, ഇപ്പോ. എനിക്ക് സംസാരിക്കാനുള്ളത് ഈ കുടുംബത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാ. അതില് ഇപ്പൊ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഏട്ടൻ എന്റെ കൂടെ ഒന്ന് വന്നേ. പ്ലീസ് വസു, എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഏട്ടനൊന്നും പറയണ്ട, തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടാ മതി. വന്നേ പറ്റൂ. തീരെ വയ്യാന്ന് പറഞ്ഞിട്ടും അച്ഛനെ എവിടെയായി നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോകുന്നത്? വാ. ഏട്ടൻ എന്താ ഈ ആലോചിക്കുന്നേ? എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ വസു, എന്നെ ഒന്ന് ഫ്രീ ആക്ക്. അതിന് ഏട്ടൻ ഡ്രൈവ് ചെയ്യണ്ട, ഞാനല്ലേ ഓടിക്കുന്നത്. ഏട്ടൻ വന്ന് കാറിലിരിക്കെ. വാ. അല്ല, ഞാൻ പറയുന്നത്. ഏട്ടൻ ഇങ്ങോട്ടൊന്നും പറയണ്ട, കേറിയേ.